വിശ്വന്റെ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായിരുന്നു. ജാൻവിക്ക് വീണ്ടും ആ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ പഴയ ഓർമ്മകൾ വന്നു. അവളെ മൂടി. കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അത് പെയ്യാൻ സമ്മതിക്കാതെ വേഗം അത് തുടച്ചു നീക്കി. ചേച്ചി, ആദ്യമേ പറഞ്ഞേക്കാം, അമ്മയ്ക്ക് ഒരു മാറ്റമില്ല. ഇനി അതൊട്ട് മാറാനും പോകുന്നില്ല. അതുകൊണ്ട് എന്തേലും പറഞ്ഞു വരുമ്പോൾ നല്ല തിരിച്ച് പറഞ്ഞോണം. അല്ലാതെ പഴുതുപോലെ നിന്നേക്കരുത്. പറഞ്ഞേക്കാം. ജാൻവി ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. അവൾ പറഞ്ഞതു കാര്യ മോളെ. നിന്നൊരു പോറൽ പോലും ഇല്ലാതെ എനിക്ക് ധ്രുവമോൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാ. നിനക്കെന്തേലും ചെറിയൊരു സങ്കടം വന്നാലും അവൻ ഞങ്ങളെ വെച്ചേക്കൂല. അമ്മ അവൻ കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും ജാൻവിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവൾക്ക് വേണ്ടി വേദനിക്കാനും സ്നേഹിക്കാനും സ്വന്തമായവൻ. അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മുഖത്ത് ചുവപ്പ് രാശികൾ പകർത്തി. അയ്യോ അച്ഛ, ചേച്ചി പെണ്ണ് നോക്കിക്കേ, ചുവന്ന തക്കാളി പോലെ ആയിട്ടുണ്ട്. ഒന്ന് പോ പെണ്ണ്. ജാൻവിക്ക് അവിടെ ദേഷ്യത്തോടെ അവൾ അടിക്കാനാഞ്ഞു. വൈഷ്ണവരി ചിരിയോടെ ജാൻവിയുടെ ബാഗും എടുത്ത് അകത്തേക്ക് കയറി. അകത്ത് ഹാളിലെത്തിയപ്പോൾ കണ്ടു സോഫയിലിരുന്ന് TV കാണുന്ന അമ്മായിയാണ്. ജാൻവി വൈഷ്ണുവിനെ അമ്മാവനെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അവർ കണ്ണടിച്ച് കാണിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കാൻ പറഞ്ഞു. അവൾ അതുപോലെ മുൻപോട്ട് നടന്നതും അമ്മായി അവളെ പുറകിൽ നിന്ന് വിളിച്ചത് ഒന്നിച്ചായിരുന്നു. അല്ല, ഇതാര്? പുത്തമ്പുരക്കിലെ വേലക്കാരിയല്ലേ? നീ എന്താടി ഇവിടെ? വീട് മാറി വന്നതാണോ? അമ്മേ, വാക്കുകൾ സൂക്ഷിച്ച് പറയണം. ചേച്ചിപ്പ വീട്ടിലെ മരുമകളാകാൻ പോകുകയാണെന്ന് അമ്മയ്ക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. വെറുതെ ചേച്ചിനെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലേ? വൈഷ്ണു, നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞാനിവിടുത്തെ പഴയ വേലക്കാരിയുമായി തീർത്തോളാം. നീ എന്നാടി ഒന്നും മിണ്ടാ നിൽക്കുന്നേ? പെണ്ണൊന്ന് കൊഴുത്തു. നിന്റെ തൊലിവെളുപ്പ് കാണിച്ചായിരിക്കല്ലേ ആ കൊച്ചിനെ വളച്ചടിച്ചത്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു. വലിയ വീട്ടിൽ വേലക്കാരി കയറി പറ്റിയിട്ട് അവിടുത്തെ ചെറുക്കെ തന്നെ വളച്ചെടുക്കാന്ന് പറഞ്ഞ നീ കുറച്ചൊന്നും ആയിരിക്കില്ലല്ലോ കഷ്ടപ്പെട്ടത്. സേതുശ്രീക്ക് പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ജാൻവി വന്നിരിക്കുന്ന ഭാഗ്യത്തിലുള്ള അസൂയ അതവർക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. എന്നാ ഇതൊക്കെ കേട്ടിട്ട് ജാൻവി മൗനം പാലിച്ചു. സേതു, നീ മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ജാൻവി എൻ്റെ മകൾ തന്നെയാ. ഞാനാണ് അവളെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ തന്നെ ഉണ്ടാകും ഒരാഴ്ച. നിന്റെ പഴയ സ്വഭാവം വീണ്ടും അവളുടെ അടുത്ത് എടുക്കാനാ പ്ലാനെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷ വീട്ടിൽ നിന്ന്. വിഷൻ ദേഷ്യത്തിൽ നിന്ന് വിറച്ചു. അത് സേതുവിനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചെങ്കിലും ജാൻവിയെ വെറുതെ വിടാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല. വൈഷ്ണു, ജാൻവിയെ കൂട്ടിക്കൊണ്ട് നിന്റെ മുറിയിലേക്ക് പോ. ഇവളുടെ വർത്താനം കേട്ടുനിന്ന് അതിനെ സമയമുണ്ടാകൂ. വിഷൻ സേതുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. വൈഷ്ണു ജാൻവിയുടെ ബാഗും പിടിച്ച് മുമ്പിലും ജാൻവി പുറകിലുമായി നടന്നു. ഡി ഉരുമ്പട്ടവളി, നീ ഇത് എങ്ങോട്ടാ കയറിപ്പോന്ന്? നിനക്ക് പണ്ട് താമസിച്ചിരുന്ന പഴയ മുറി തന്നെ മതി. അത് തന്നെ ധാരാളം. അവളുടെ ഒരു കയറിപ്പോകില്. അത്രയും നേരം മിണ്ടാതിരുന്ന ജാൻവി ആ നിമിഷം തിരിഞ്ഞ് അവരുടെ മുമ്പിൽ വന്നു നിന്നു. കുറെ നേരയിൽ തുടങ്ങിയിട്ട് ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിന്നാ ഞാൻ കേട്ടു നിൽക്കില്ല. നിങ്ങൾക്കത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ജാൻവി അറിയൂ, ഇതെൻ്റെ പുതിയ ജന്മമാ. മര്യാദയ്ക്കാണ് ഞാനും മര്യാദയ്ക്കായിരിക്കും. അതല്ല വെറുതെ കയറി ഉടക്കാനാണ് അമ്മായിൻ്റെ തീരുമാനമെങ്കിൽ ഞാൻ നിങ്ങളുടെ കട്ടപ്പുക കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങും. പറഞ്ഞേക്കാം. ജാൻവിയുടെ ആ ഭാവം എല്ലാവർക്കും പുതിയതായിരുന്നു. വൈഷ്ണവരെ ഞെട്ടി നോക്കുന്നുണ്ട്. അമ്മായിയാണേ ഒരു തട്ട് കിട്ടിയ കണ്ണു രണ്ടും തായിപ്പ് വീഴുമെന്ന് പോലെയാ നിൽക്കുന്നേ. ജാൻവി അമ്മായിനെ ഒന്നുകൂടെ നോക്കിയിട്ട് വൈഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ച് റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറി. പുറകെ ഒരു ശിലകണക്കിന് വൈഷ്ണു മുറിയിലെത്തിയ ബാഗ് എടുത്ത് കബോർഡിൽ വെച്ചിട്ട് ജാൻവി വന്ന് ബെഡിലിരുന്നു. അപ്പോഴും അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ വൈഷ്ണു ജാൻവിയെ നോക്കി നിൽക്കുക. അത് കണ്ടുകൊണ്ട് ജാൻവിക്ക് ചിരി പൊട്ടി. എൻ്റെ വൈഷ്ണു, നിനക്കിത് എന്നെ പറ്റി? അല്ല, എൻ്റെ ചേച്ചി പെണ്ണ് തന്നെയാണ് നോക്കിയതാ. എന്നാ ഒരു മാറ്റം, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എല്ലാം ധ്രുവേട്ടൻ്റെ ട്രെയിനിങ് ആണ് മോളെ. ഇനി എന്തൊക്കെ നീ കാണാൻ കിടക്കുന്നു? നാളെ സിദ്ധുവേട്ടനും ധ്രുവേട്ടനും ഇവിടെ വരുന്നുണ്ട്. ബാക്കി വന്നിട്ട് അവർ സെറ്റാക്കിക്കോളും. എന്നോട് തുടങ്ങി വെക്കാനേ പറഞ്ഞുള്ളൂ. അമ്പടി ചേച്ചി പെണ്ണേ, നീയാൾ കൊള്ളാലോ. ഓ, എനിക്ക് നാളെ കൊതിയാവുന്നു. അമ്മയ്ക്ക് പണി കിട്ട് കണ്ണ് നിറയെ കാണണം. നല്ല മകള്. അല്ല, എൻ്റെ അമ്മായിൻ്റെ സൽപുത്രൻ സുധിയേട്ടൻ ജോലിക്ക് കയറിയത് ഞാൻ പറഞ്ഞില്ലായിരുന്നു? രാത്രിയിലേ വരൂ. ഇനി അയാളുമായിട്ട് കൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ്
സുധിയേട്ട ഒത്തിരി മാറി ചേച്ചി. ആ പിന്നെ പറയാൻ പറ്റില്ല, വിഷം ഊറ്റിക്കൊടുത്ത് വളർത്തുന്ന അമ്മ മാത്രം മതിയല്ലോ വീണ്ടും പഴയതുപോലെ ആകാൻ. നോക്കാം, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ധ്രുവട്ടെ വിളിക്കുവാണെങ്കിൽ ഞാൻ കുളിച്ചിറങ്ങിയിട്ട് വിളിച്ചെന്ന് പറയണേ. ഓ ഹൈക്കോട്ടെ രാജാവേ. ജാൻവി കുളിക്കാൻ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ധ്രുവ് വിളിച്ചിരുന്നു. വൈഷ്ണു ഫോൺ എടുത്ത് കാര്യം പറഞ്ഞിരുന്നു. ജാൻവി ഇറങ്ങിയതും വൈഷ്ണു ഫോൺ കൊടുത്തു. അവളൊരു ചിരിയോടെ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. വൈഷ്ണു ഒരു ചിരിയോടെ കൂടി കുളിക്കാനും കയറി. വൈഷ്ണു വന്നിട്ടും ഫോൺ വിളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ കളിയാക്കിയുള്ള സഹിക്കാൻ വയ്യാതെ അവർ ഫോൺ വെച്ച് താഴേക്ക് ചെന്നു. അടുക്കളയിൽ ജോലിക്കാരി ഉണ്ടായിരുന്നു കൊണ്ട് രാത്രിയിലേക്കുള്ള ഭക്ഷണമെല്ലാം അവർ ഉണ്ടാക്കിയിരുന്നു. ഭക്ഷണമെല്ലാം ടേബിളിൽ എടുത്തു വെച്ചു. അമ്മാവനെയും വിളിച്ച് അവർ കഴിക്കാനിരുന്നു. അമ്മാവിനെ മനഃപൂർവ്വം വിളിച്ചില്ല, കാരണം സുധീഷ് വന്നിട്ട് അവർ ഒന്നിച്ചേ കഴിക്കൂ എന്ന് വൈഷ്ണു പറഞ്ഞിരുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ജാൻവി അവരുടെ കൂടെ കളിച്ചും ചിരിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട് അവർക്ക് കലി ഇളകി. അവർ അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ജാൻവിയുടെ പ്ലേറ്റ് വലിച്ചെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. പിന്നെ ബോധത്തിലേക്ക് വന്ന വിശ്വനാഥൻ ചാടി എഴുന്നേറ്റ് സേതുവിൻ്റെ മുഖത്തിൽ ടാഞ്ഞു പൊട്ടിച്ചു. കിട്ടിയടിയുടെ ശക്തിയിൽ അവരുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, നിന്റെ തെണ്ടി സ്വഭാവം ഇവിടെ കാണിക്കരുതെന്ന് പറഞ്ഞതായിരുന്നുടി. വിഷിൻ്റെ അലറൽ കേട്ട് സേതു പേടിച്ചു. എങ്ങനെ ഒരു ഭാവത്തിൽ അയാൾ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പേടിയോടെ തലയാട്ടി കാണിച്ചു. എന്ന വലിച്ചെറിഞ്ഞ പ്ലേറ്റ് പെറുക്കിയെടുക്കും. സേതു പെട്ടെന്ന് അടുക്കളയിലേക്ക് നോക്കി. ജോലിക്ക് നിൽക്കുന്ന ആളെ വിളിച്ചു. അവർ പേടിയോടെ പാഞ്ഞു വന്നു. പെറുക്കാൻ തുടങ്ങിയത് വിഷയം കൈപൊക്കി അവരെ തടഞ്ഞു. നാളെ മുതൽ നിങ്ങളുടെ സ്നേഹങ്ങളുടെ ആവശ്യമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ആരോഗ്യത്തിനൊരു കുറവില്ല. അതുകൊണ്ട് പണികളൊക്കെ അവൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പൊക്കോളൂ, പോയി ഭക്ഷണം കഴിച്ച് കിടന്നു. രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടല്ലേ, ഇനി ബാക്കിയുള്ളതെല്ലാം ഇവള് ചെയ്തോളും. അവർ തലയാട്ടി അകത്തേക്ക് പോയി. അവർ പോയതും വിഷൻ സേതുവിൻ്റെ അടുത്ത കവളിലും മാഞ്ഞടിച്ചു. ആടിയിൽ അവർ വേച്ചു വീണു. ചുണ്ടിൽ രക്തം പൊടിഞ്ഞു. ഇത് നിന്നോട് ഞാൻ പറഞ്ഞ പണിയല്ലേ അല്ലടി മോളം? അത് എന്നാ ചീടി വേഗം. വിഷന്റെ മുഖഭാവം കണ്ട് പേടിയോട് അമ്മായി എല്ലാം വൃത്തിയാക്കി. ആ സമയം കൊണ്ട് തന്നെ വിഷൻ അവരെ കൂടെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. വിഷന്റെ അങ്ങനെ ഒരു മുഖം ആർക്കും പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പേടി തളം കെട്ടി നിന്നിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ സേതുവിനെ തന്നെ വിളിപ്പിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെപ്പിച്ചു. സുധീഷുള്ള ഭക്ഷണം എടുത്ത് പ്ലേറ്റിലാക്കി മൂടി വെച്ചു. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇന്ന് നീനൊരു പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല, മനസ്സിലെവിടെ? ഇത്രയും നാളും ഞാൻ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടി മിണ്ടാതിരുന്നു, അതാ നീ ഇത്രയും വഷളായത്. ഇനി നിന്നൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാളെ രാവിലെ മുതൽ നീ വീട്ടിലുള്ള എല്ലാ പണികളും നീ തന്നെ ചെയ്തോണം. ഇല്ലെങ്കിൽ അറിയാലോ, ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കില്ല ഇനി കിട്ടാൻ പോകുന്ന. അവർ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും വിഷയം അവരെ പുറകിൽ നിന്ന് വിളിച്ചു. എങ്ങോട്ടാ? കിടക്കാൻ. അവർ വിക്കി പറഞ്ഞൊപ്പിച്ചു. ഇനി എൻ്റെ മുറിയിൽ എനിക്ക് പ്രവേശനമില്ല. അവിടെ ക്ലീൻ ആക്കാനല്ലാതെ നീ എങ്ങാനും അവിടെ കയറിയ പിന്നെ നീ ജീവനോട് വേണമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കേണ്ടി വരും. എനിക്ക് പിന്നെ ഉറങ്ങണ്ടേ? സേതു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചതും വിഷം പാഞ്ഞു ചെന്നവരുടെ മുടിക്കുത്തിൽ പിടിച്ചു. അവർ വേദന കൊണ്ട് പുളഞ്ഞു. ജാൻവി മോളെ നീട്ട് നരകിപ്പിച്ച കൂട്സ് മുറിയില്ലേ, ഇനി നിന്റെ മുറി. പൊക്കോ. സേതു നിഷേധിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അത് വിഷനെ പിന്നെയും ചൊടിപ്പിച്ചു. അവരെ മുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ മുറിയിലേക്ക് തള്ളിയിട്ടു. പുറത്തുനിന്ന് പൂട്ടി. അവർ കുറെ തട്ടി വിളിച്ചിട്ടും വിഷൻ തുറന്നു കൊടുത്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന വൈഷ്ണുവിൻ്റെയും ജാൻവിയുടെയും അടുത്തേക്ക് വിഷൻ ചെന്നു. മക്കൾ ചെന്ന് കിടക്കാൻ നോക്ക്, ഇനി ഇവിടെ ഇതൊക്കെ നടക്കും. ഞാനിതെല്ലാം കുറച്ചുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇവളിങ്ങനെ ആകില്ലായിരുന്നു. തെറ്റ് എൻ്റെ തന്നെയാ. അതുകൊണ്ട് എനിക്ക് മാത്രമേ ഇത് തിരുത്താനും ആകൂ. നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്. അമ്മാവ, ഇത് കുറച്ച് കൂടുതലല്ലേ? അമ്മായിനെ മുറിയിൽ കിടത്തണ്ട, ഭയങ്കര ചൂടാ. AC ഇല്ലാതെ ഉറങ്ങാത്ത ആളല്ലേ. മകളായി എനിക്കില്ലാത്ത സങ്കടം ചേച്ചിക്ക് വേണ്ട. ഇങ്ങ് വന്നേ അച്ഛാ, പോയി കിടന്നേ. അതും പറഞ്ഞ് ജാൻവിയെ വലിച്ചുകൊണ്ട് വൈഷ്ണു കയറിപ്പോയി. വിഷനെന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തിരിഞ്ഞതും അയാളുടെ കണ്ണുകളുടക്കിയത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സുധീഷിലായിരുന്നു. വിഷൻ സുധീഷിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയ ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ മുറിയിൽ ഞാൻ പൂട്ടിയിരിക്കുന്നത് നിന്റെ അമ്മയെ തന്നെയാണ്. പൂട്ടിയത് അവളുടെ ഭർത്താവായ ഞാനും. അതുകൊണ്ട് അത് തുറക്കാനോ അവളെ കാണാനോ നീ ശ്രമിക്കേണ്ട. പറഞ്ഞ മനസ്സിലായോ നിനക്ക്? അച്ഛാ, അമ്മ തെറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ
ഇത്രയും വേണോ? സാധാ ഭാഗം. കാരണം നിന്റെ എല്ലാ തോന്നിവാസിനും കൂട്ടുന്നതും നിന്നെ ഇതുപോലെ ആക്കിയത് അവളാണല്ലോ. നിനക്ക് സ്വാഭാവികമായും അവളോട് സ്നേഹം കാണും. പക്ഷെ ഇപ്പോൾ നീ അവളെ സഹായിക്കാൻ മുതിർന്ന മകനാണെന്നുള്ള പരിഗണന ഞാനങ്ങ് മറക്കും, പറഞ്ഞേക്കാം. വിശ്വന്റെ അങ്ങനെ ഒരു ഭാവം സുധീഷും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിൽക്കുന്ന അയാളുടെ മുഖം അവനിൽ ചെറിയൊരു ഭയം ഉണ്ടാക്കിച്ചു. അതുകൊണ്ട് തന്നെ അവനൊന്നും പിന്നെ പറയാൻ നിൽക്കാതെ നേരെ അവൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു പോയി. സുധീഷ്, നിനക്കുള്ള ഭക്ഷണം എവിടെ വെച്ചിരിക്കുന്നേ? എനിക്ക് വേണ്ട, അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞതും വിശ്വന് പിന്നെയും ദേഷ്യം ഇരച്ചു കയറി. നിനക്ക് വേണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് പാത്രം കൈ വെച്ചിട്ട് കയറി പൊക്കോണം. നിന്റെ എച്ചിൽ കഴിഞ്ഞ് നിന്റെ താഴത്യം തുള്ളാനും ഇവിടെ ആരുമില്ല. വിശ്വന്റെ കടുപ്പത്തിലുള്ള സംസാരം അവനെ നടക്കുന്നതിൽ നിന്നും പിടിച്ചു നിർത്തി. വേഗം തിരിഞ്ഞു വന്ന് അവൻ പാത്രവുമായി അടുക്കളയിലേക്ക് പോയി. അവൻ പോകുന്ന നോക്കി ഒരു ചെറുചിരിയോടെ അയാൾ സോഫയിലേക്കിരുന്നു. 10 മിനിറ്റ് ആയപ്പോഴേക്കും അവൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് തിരിച്ചു മുറിയിലേക്ക് പോയി. അവൻ പോയെന്ന് കണ്ടതും അയാൾ സേതു കിടക്കുന്ന മുറി പുറത്തുനിന്ന് താക്കോൽ ഉപയോഗിച്ച് പൂട്ടി കീയുമായി അയാളുടെ റൂമിലേക്ക് പോയി. ധ്രുവിന് ജാൻവിയെ കാണാതെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്ന് നേരം വെളുത്ത് കിട്ടാൻ അവൻ കാത്തിരുന്നു. രാത്രിയിൽ വിളിച്ചെങ്കിലും ജാൻവി പെട്ടെന്ന് ഫോൺ വെച്ചിരുന്നു. വൈഷ്ണുവിൻ്റെ കൂടെ കിടക്കുന്നതാണ് കാരണമായി അവൾ പറഞ്ഞത്. നേരം വെളുത്തത് അവൻ ധ്രുവിനെയും കൂട്ടി ജാൻവിയുടെ വീട് ലക്ഷ്യമാക്കി കാർ എടുത്തു. വിഷു 4 മണിക്ക് തന്നെ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതടിച്ചതും അയാൾ എഴുന്നേറ്റ് ചെന്നു. സേതുവിനെ പൂട്ടിയിരുന്ന മുറിയുടെ വാതിൽ തുറന്നു. അയാൾ വാതിൽ തുറക്കുന്നത് കണ്ട് അവർ പിടഞ്ഞെഴുന്നേറ്റു. വിശ്വട്ട, ഇന്നാരെന്നെ പൂട്ടിയിടാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? ആരോരുമില്ലാത്ത പെണ്ണിന് വേണ്ടി നിങ്ങൾ എന്നോട് ചെയ്തു. എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, അവർ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. നിന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഒന്ന് നീ അറിഞ്ഞു വെച്ചോ, ഇന്നു മുതൽ വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങൾ നീ വേണം നോക്കാൻ. അതിന് വല്ല മാറ്റവും വന്ന് അറിയാലോ എന്നെ. വിഷൻ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും സേതു പേടിയോടെ തലയാട്ടി. അവർ വേഗം അടുക്കളയിലേക്ക് പോയി. കുറേ വർഷങ്ങളായി ദേഹമനങ്ങി പണിയൊക്കെ എടുത്തിട്ട്, അതുകൊണ്ട് തന്നെ സേതു കുറച്ചധികം കഷ്ടപ്പെട്ടു. വിഷൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവരെ നോക്കുന്നുണ്ട്. ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാനും അവർക്ക് പറ്റിയില്ല. ഒരു വിധത്തിൽ എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ ഉണ്ടാക്കി വെച്ചു. എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു. ആ കൂട്ടത്തിലിരിക്കാൻ സേതു തുടങ്ങിയതും വിഷന് സമ്മതിച്ചില്ല. എല്ലാം കൂടെ ആയപ്പോൾ സേതുവിൻ്റെ മുഖം ദേഷ്യത്താൽ വിറച്ചു. മുൻപിലിരിക്കുന്ന ജാൻവിയെ കാണും തോറും അവരുടെ ദേഷ്യം വർദ്ധിച്ചു. കഴിക്കാനായി വിഷൻ വായിലേക്ക് വെച്ചതും അതുപോലെ തന്നെ അയാളത് പുറത്തേക്ക് തുപ്പി. കഴിക്കാനെടുത്ത സാധനം സേതുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നുള്ള അയാളുടെ പ്രകോപനം അവർക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ല. ആർക്ക് തിന്നാനായിട്ട് ഇത് ഉണ്ടാക്കിയത്? മൃഗങ്ങൾ പോലും ഇത് കഴിക്കില്ല. വൈഷ്ണുവിൻ്റെയും ജാൻവിയുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. അവരും കഴിച്ചില്ല. ഇത് കണ്ടുകൊണ്ടാണ് സുധീഷ് ഇറങ്ങി വരുന്നത്. അവൻ വന്ന് സേതുവിനെ നോക്കിയ ശേഷം ഭക്ഷണം കഴിക്കാനിരുന്നു. വായിൽ വെച്ചപ്പോഴുള്ള അവൻ്റെ മുഖം കണ്ട് ജാൻവിയും വൈഷ്ണുവും ചിരി കടിച്ചു പിടിച്ചു. വിഷൻ ദേഷ്യപ്പെട്ടിറങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ജാൻവി അയാളെ തടഞ്ഞു. അമ്മാവ, ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കാം, ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അത് വേണ്ട മോളെ, ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി വരാം. ജാൻവി പിന്നൊന്നും പറയാൻ സമ്മതിക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിഷൻ പോയതും സേതു വീണ്ടും ജാൻവിയെ ദേഷ്യത്തോടെ നോക്കി. ഡീ നാശം പിടിച്ചവളെ, ഇതെല്ലാം കണ്ട് നീ സന്തോഷിക്കണ്ട, നിന്റെ നാശത്തിന് മുമ്പുള്ള സന്തോഷമായി കണ്ടാൽ മതി. ജാൻവി അവരെ നോക്കി കരയുന്ന പോലെ കാണിച്ചു. അത് കണ്ടപ്പോൾ സേതുവിന് സന്തോഷം. അവൾക്കിപ്പോഴും അവരെ പേടിയുണ്ടെന്നുള്ളതിൽ വീണ്ടും അവളെ പ്രാഗിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം സങ്കടം അഭിനയിച്ച ജാൻവി സേതുവിന് മുമ്പിലേക്ക് വന്നു. ഇത്രയും സങ്കടം മതിയോ അമ്മായി? ഇതിൽ കൂടുതൽ വേണമെങ്കിൽ പറയണം, എന്നാലൊക്കെ കുറച്ചുകൂടി ഇടാൻ പറ്റൂ. അത് കേട്ടതും സേതു വിറഞ്ഞു തുള്ളിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. കൈ വീശി അവളെ തല്ലാൻ ഊങ്ങിയതും ജാൻവിയുടെ കൈ ബ്ലോക്ക് ചെയ്തിരുന്നു.